ഈ തെക്കേടത്ത് രാമൻകുട്ടി ഒരു കല്യാണം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഭംഗിയാക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് നിർബന്ധമുള്ള ഒരു കാര്യം. ഒരു വെഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കോർഡിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഒരു വെഡിങ് പ്ലാനിങ് എടുക്കുമ്പോൾ ചിലപ്പോൾ വെഡിങ് പ്ലാനർ ഞങ്ങളായിരിക്കും, പക്ഷേ ഫോട്ടോഗ്രാഫറെ ക്ലയന്റ് ഡയറക്റ്റ് ആയിരിക്കും ബുക്ക് ചെയ്യുക, കേറ്ററിംഗ് ടീമിനെ ക്ലയന്റ് ഡയറക്റ്റ് ആയിരിക്കും ബുക്ക് ചെയ്യുക, മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ക്ലയന്റ് ഡയറക്റ്റ് ആയിരിക്കും. പക്ഷേ ഇവരുടെ എല്ലാവരുടെയും പ്രോപ്പർ ആയിട്ട് കോർഡിനേഷൻ പ്രോപ്പർ ടൈമിംഗും വന്നില്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ചിലപ്പോൾ തകിടം മറിയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കേറ്ററിംഗ് ടീം വേറെ ടീമാണ്, നമ്മൾ ഡെക്കർ മൊത്തം പ്ലാൻ ചെയ്തേക്കുന്നത് മേ ബി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാന്ന് വെച്ചു, പക്ഷേ കേറ്ററിംഗ് ടീം അറിഞ്ഞിട്ടില്ല. കേറ്ററിംഗ് ടീം കൊണ്ടുവന്നിട്ട് റെഡ് കളറിലുള്ള ഓവർലൈസും അല്ലെങ്കിൽ പീച്ച് ലൈറ്റ് കളറിലുള്ള ഓവർലൈസും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ചെയ്ത കംപ്ലീറ്റ് മൂഡ് സ്പോയിലായി. കാരണം ഇതെല്ലാം ബ്ലെൻഡ് ഒരുമിച്ച് വന്നാൽ മാത്രമേ അതിനൊരു ഭംഗി വരത്തുള്ളൂ. ഇനി വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫോട്ടോഗ്രാഫർമാർ അറിഞ്ഞിരിക്കണം ഇവർ വീട്ടിൽ നിന്ന് എത്ര മണിക്കാണ് ഇറങ്ങുന്നത്, പള്ളിയിൽ എത്ര മണിക്ക് എത്തും, അല്ലെങ്കിൽ അമ്പലത്തിൽ എത്ര മണിക്ക് എത്തും, എത്ര മണിക്കാണ് താലികെട്ട്, എത്ര മണിക്കാണെങ്കിൽ ഇവർ എൻട്രി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരും അറിഞ്ഞിരിക്കും. ഇതെല്ലാം നമുക്ക് പ്രോപ്പർ ഇൻഫർമേഷൻ കിട്ടിയിട്ട് നമ്മൾ ഈ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് ഫോട്ടോഗ്രാഫി ടീമിന്റെ അടുത്ത് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ അവർ ആ ഒരു മൊമെന്റ് ക്യാപ്ചർ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കത്തുള്ളൂ. പെൺകുട്ടി എൻട്രി ചെയ്ത് വരുമ്പോൾ ഡാൻസ് കളിച്ചിട്ടാണ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെന്റ് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് അവർ സ്റ്റേജിൽ കയറുന്ന ഷോട്ട് എടുക്കാൻ വേണ്ടി അവിടെ നിൽക്കുവാണെങ്കിൽ ഈ ഡാൻസിങ് മൊമെന്റ് ചിലപ്പോൾ മിസ്സാവും.